അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം തന്നെയാണ്. മഴയുണ്ട്, സൂക്ഷിക്കുക എല്ലാവരും. കുട്ടികളൊക്കെ ഇപ്പം ഇന്നലെയും പറയുന്നത് കേട്ടു. കാരണം എന്താ വെച്ചെങ്കിൽ ടൂറ് പോയ കാർ ഒന്നാകെ മറിഞ്ഞ് ഒരാൾ മരിച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ഈ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. ടൂറ് പോകാനും വെള്ളച്ചാട്ടം കാണാനും എന്തിനാണ് ഇങ്ങനെ ജീവൻ കളയണം ഇങ്ങനെ ടൂറ് പോയിട്ട്. ഒരു പരിധി സമയത്തൊക്കെ മഴയുള്ള ഒരു പരിധിവരെ മഴയുള്ള സമയത്തൊക്കെ ഇമ്മാതിരത്തെ വെള്ളപ്പൊക്കം നാട്ടിലിങ്ങനെ നടക്കുമ്പോൾ ഇത്ര കുടുംബത്തോടെ കൊണ്ടുപോണ ആൾക്കാരും അതിൽ പോണ ആൾക്കാരും ഒന്ന് ചിന്തിക്കണ്ടേ. നമ്മൾ പോണത് കാറിലാണ്, അത്രയും സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കാതെ മഴ പെയ്തു, കോട വന്ന് റോഡ് മൂടി കണ്ണ് കാണാതെ നേരെ കൊണ്ടുപോയി തോട്ടിലേക്ക് മറിച്ചു. തോട്ടിലേക്ക് മറിച്ചതല്ല, മറിഞ്ഞു, ജീവവും പോയി. ആ സ്ത്രീയുടെ അവസ്ഥ ഗുരുതരമാണെന്ന് പറയണം. അപ്പം മക്കളെ ഞങ്ങൾക്ക് ഈ മഴക്കാലമൊന്നും കഴിഞ്ഞിട്ട് പോയിക്കൂടെ? കാറാണെങ്കിലും നമ്മളെ വണ്ടിയാണെങ്കിലും മഴക്കാറ് വന്ന് റോഡ് കണ്ടില്ലെങ്കിൽ കഴിഞ്ഞില്ല നിങ്ങളെ കഥ. ചില്ല് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മഴയും കൂടി ഉണ്ടെങ്കിൽ ആ ചില്ലിൽ കൂടെ വെള്ളം വന്ന് വീണ് ഒന്നും ക്ലിയറായിട്ട് കാണൂല. ഒന്ന് ശ്രദ്ധിച്ചൂടെ നിങ്ങൾക്ക്? ഒരു ബസ്സിൽ തന്നെ പോകുമ്പോൾ മനുഷ്യന് പേടിയാണ്. കാരണം കോട മൂടിക്കഴിഞ്ഞാൽ മുമ്പോട്ടുള്ളത് അറിയില്ല. മുമ്പിൽ ആനയാണോ നിൽക്കണത്, പുലിയാണോ നിൽക്കണത്, കല്ലാണോ വന്ന് കിടക്കണം, ഉരുൾ പൊട്ടിയിട്ടുണ്ടോ, ഒന്നും അറിയാൻ സാധിക്കില്ല. ഈ ധൈര്യത്തിൽ നിങ്ങൾ എങ്ങനെ പോയിട്ട് സ്വന്തം ജീവൻ നിങ്ങൾ കളയണം? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ നിങ്ങൾക്ക്? ഇത്രയും മനുഷ്യന്മാർ അപകടത്തിൽ പെടുന്നതെല്ലാം കാണിച്ച് തന്നിട്ടും വീണ്ടും നിങ്ങൾ ഈ സെൽഫി എടുക്കാൻ. ഇന്നലെ ഞാനൊരു വീഡിയോസ് ഉണ്ട്, ഒരു ഷോർട്സ് വീഡിയോ. പുഴ നിറഞ്ഞൊഴുകി പോണു. ഒരു ചങ്ങായി അതിട്ടിട്ട് പ്രതികരിക്കുകയാണ്. ഒരു മനുഷ്യ സ്നേഹി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പെൺകുട്ടി നിന്നിട്ട് പാറകൾ വഴുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വെള്ളം അങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുമ്മ നിന്നിട്ട് സെൽഫി എടുക്കുക. ഇങ്ങോട്ടിറങ്ങണു. ചെറുപ്പക്കാരിയായൊരു പെൺകുട്ടി പോയ ഈ പറയണ മാതിരി പോയ നിങ്ങളെ കുടുംബത്തിന് തന്നെ പോണത്. പക്ഷെ എന്നാലും ഇതൊക്കെ കാണും കേൾക്കും ചെയ്യുമ്പോൾ മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് സഹിക്കണില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയണത്. എന്തിനാണ് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിക്കൂടെ? ടൂറാണ് നിങ്ങൾ പോകണം, അല്ലാതെ നിങ്ങൾ പോണത് അജ്ജനല്ലല്ലോ. അജ്ജിന് പോണതാണെങ്കിൽ നമുക്ക് പറയാം, ഇത് അതല്ലല്ലോ. ഞാൻ പറയുന്ന അജ്ജിന് ചെയ്യാൻ പോണ ആൾക്കാരെ പറ്റിയിട്ട്, അല്ലാതെ എല്ലാവരെ പറ്റിയല്ല. കാരണം ചിലപ്പോൾ പറഞ്ഞേക്കാം ഞങ്ങൾ പോണതിന് അണക്കെന്താടി എന്ന് ചോദിച്ചേക്കാം. പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ജീവനോട്, ഇങ്ങോട്ട് പോകുമ്പോൾ മൃതദേഹമായി വരുമ്പോൾ നമുക്കൊക്കെ അത് കാണുമ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിൽ കൂടെയൊക്കെ വരികയാണ്. അത് വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. കാരണം നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരു സ്കൂളിലേക്ക് മക്കളെ വിടുമ്പോഴത്തേന് പേടിയാണ്. ആ സ്ഥാനത്താണ് നിങ്ങളൊക്കെ ഇത്രയും വെള്ളച്ചാട്ടത്തിലും പുഴയിലും ഇതിലും പോയി സെൽഫി എടുക്കാനും ഇതിന് എത്ര പറഞ്ഞാലും അനുഭവം കണ്ടാൽ ഈ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? എന്താണ് മനുഷ്യന്മാർ ചെയ്യുക? പറയാനല്ലേ മറ്റുള്ളവർക്കും പറയുള്ളത്. ഇപ്പോൾ അവരെ കുടുംബത്തിലും മാതാപിതാക്കൾ അറിഞ്ഞിട്ടൊന്നും ആവില്ല അവർ പക്ഷെ പോണത്. കാരണം ഭർത്താവും മക്കളും ഭാര്യയും തീരുമാനിക്കുക അവരങ്ങോട്ട് പോവുക. അതേമാതിരി കൂട്ടുകാരന്മാർ ഒരു 3-4 പേര് കൂടി അവർ തീരുമാനിക്കുക അവരങ്ങോട്ട് പോവുക. ആരാണ് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ പറയണത് കേട്ടിട്ട് നിൽക്കുന്നത്? അത് കേൾവി എന്ന് തൊട്ട് കുറഞ്ഞോ? മാതാപിതാക്കളുടെ ഉപദേശവും മറ്റുള്ളവരെ അനുസരണയൊക്കെ എന്ന് തൊട്ട് കുറഞ്ഞോ? അന്ന് തൊട്ട് ഈ ചെറിയ മക്കളുടെ സെൽഫി എടുക്കലും ഇതും ഈ ഫോണും ഒക്കെ കാരണം കൊണ്ട് അതിനൊക്കെ എത്രയോ ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്താണെങ്കിലും നമുക്ക് പറയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവരൊന്നും കുടുംബത്തിൽ ചെന്നിട്ട് നമ്മൾ പറഞ്ഞാൽ തന്നെ ഈ ആരാടി പറയാനും ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ, മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് ഇതൊക്കെ കാണുമ്പോൾ വേദനയുണ്ട് എന്നുള്ളതൊന്ന് പറയുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ സമയത്തൊന്നും പോകാതിരിക്കും. അല്ലാത്ത സമയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നിങ്ങൾക്ക് പോകാൻ. ആ സമയത്ത് പോയിക്കൂടെ? ഇപ്പോൾ വെള്ളം നിന്ന് പെയ്ത് വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ അത് 2 ദിവസം കൊണ്ട് വെള്ളച്ചാട്ടം നിൽക്കൊന്നുമില്ലല്ലോ. ഈ മഴയൊക്കെ പോയാലും മഴക്കാറൊക്കെ ഒന്ന് മാറിയാലും നിങ്ങൾക്ക് പോയി അത് കണ്ടൂടെ? ഏതായാലും ഞാൻ നിർത്തണം. അസ്സലാമലൈക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടും നേരാകൊന്നും പോകുന്നില്ല. നമ്മളിത് കണ്ട് വീണ്ടും ഇങ്ങനെ പറയാമെന്നല്ല, നമുക്കതൊക്കെ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു പോണതാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ മക്കളെ. അപ്പോൾ ഞാൻ നിർത്തണം. അസ്സലാമലൈക്കും. വീണ്ടും കാണാം. അള്ളാഹു ആയുസിനെ തന്നെങ്കിൽ ഞാൻ ഏതായാലും ടൂറ് പോയിട്ടും സെൽഫി എടുത്തിട്ടൊന്നും എൻ്റെ ജീവൻ പോകില്ല. പോകുകയാണെങ്കിൽ ഇങ്ങനെ റബ്ബ് കൊണ്ടോട്ടെ. ആയിക്കോട്ടെ.